Instrumentation and Control A to Z in Malayalam ചാനലിൻ്റെ പുതിയ ചാപ്റ്ററിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് AMSTrex Device Communicatorനെ പറ്റിയാണ്. അതെ, HART ഡിവൈസ് കമ്മ്യൂണിക്കേറ്ററിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് വേർഷൻ ആണ് AMSൻ്റെ AMSTrex Device Communicator. AMSൻ്റെ എംബ്ലത്തോട് കൂടിയ ബോക്സ് ആണ് കാണാൻ സാധിക്കുന്നത്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. അത്യാവശ്യം വലുപ്പമുള്ള ഡിസ്പ്ലേ ആണ്. കമ്പാരിറ്റീവ്ലി HART കമ്മ്യൂണിക്കേറ്റർ വെച്ച് നോക്കുമ്പോൾ നല്ല ഡിസ്പ്ലേ ആണ്, നല്ല വലുപ്പമുള്ള ഡിസ്പ്ലേ ആണ്, ടച്ച് സ്ക്രീൻ ആണ്. അഡീഷണൽ ആക്സസറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കണക്റ്റിംഗ് ലീഡ്സ് ഉണ്ട്, നമുക്കത് പുറത്തോട്ടേക്ക് എടുക്കാം. കാണുന്നതാണ് കണക്റ്റിംഗ് ലീഡ്. ഈ ഒരു പോർഷനാണ് ട്രാൻസ്മിറ്റർ സൈഡിൽ കണക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണുള്ളത്? നെക്സ്റ്റ് ആയിട്ട് ചാർജർ, ട്രെക്സ് ഡിവൈസ് കമ്മ്യൂണിക്കേറ്റർ കണക്ട് ചാർജ് ചെയ്യുന്ന ചാർജർ. ഇനിയുള്ളത് അഡീഷണൽ ആക്സസറീസ് ആണ്. ഇതാണ് ഡിവൈസ് കമ്മ്യൂണിക്കേറ്ററിൻ്റെ മാനുവൽ, യൂസർ മാനുവൽ. അപ്രൂവൽസ് ആൻഡ് സർട്ടിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പേജിലായിട്ടുണ്ട്. സൈഡ് സ്റ്റാർട്ടിങ് 4 സ്റ്റെപ്പ് ഉണ്ട്. എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കണം. ഗെറ്റ് സ്റ്റാർട്ട് വിത്ത് യുവർ AMSTrex Device Communicator. For easy steps. First one, register your AMSTrex with the website. Okay. Register the number. Second step, install Upgrade Studio from the resource DVD. ഇതിൻ്റെ കൂടെ DVD ഉണ്ട്, സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ. Second step. Then third step, connect the AMSTrex unit via USB to your computer. അതായത് നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുന്ന സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുക. അതിനുശേഷം ആക്ടിവേറ്റ് യുവർ AMSTrex unit with upgrade studio. സിസ്റ്റം വെച്ച് ആക്ടിവേറ്റ് ചെയ്യുക. ഇത്രയാണ് സ്റ്റാർട്ടിങ് 4 steps. കമ്മ്യൂണിക്കേറ്റർ മാനുവലിലോട്ടേക്ക് പോകണം. മാനുവലിൻ്റെ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ്, ചൈനീസ്. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് മാത്രം നോക്കിയാൽ മതി. ചെക്ക് ചെയ്യാം സെറ്റപ്പ്. ഫ്രണ്ട് വ്യൂ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമുള്ളൊരു പൗസ് ചെയ്ത് ചെക്ക് ചെയ്യാം. കണക്റ്റിംഗ് ലീഡ്സ് എന്തൊക്കെയാണ് കണക്ട് ചെയ്യേണ്ടത് ഫൗണ്ടേഷൻ ഫീൽഡ് വിത്ത് ആൻഡ് വിതൗട്ട് പവർ. ഇതാണ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതാണ് മൈക്രോ USB പോർട്ട്. സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോ USB പോർട്ടാണിത്. ഓക്കെ, ഡീറ്റെയിൽസ് അവിടെയുണ്ട്. ജർമ്മനിയാണ് മാനുഫാക്ചറിങ്. ഇതാണ് പവർ ബട്ടൺ. ലോങ് പ്രസ് ചെയ്യുന്നതിലൂടെ ഡിവൈസ് കമ്മ്യൂണിക്കേറ്റർ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓപ്പൺ ആയ ചെറിയൊരു ടൈം ഗ്യാപ്പ് ഉണ്ട്. സൈഡിൽ ഈ കാണുന്നതാണ് SD കാർഡ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി. അതായത് മെമ്മറി കാർഡ്. നമുക്ക്
ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്ത് നിന്ന് കോപ്പി ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കാണുന്നവരുണ്ടോ? സ്ലോട്ട്. അതേപോലെ ഡിവൈസിലോട്ടേക്ക് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാനും പറ്റും. ആണ് ചാർജിങ് സ്ലോട്ട്. മെനുവിൽ കണ്ട ചാർജിങ് സ്ലോട്ട് 15 വോൾട്ട് DC 4 ആംപിയറിൻ്റെ ചാർജിങ് സ്ലോട്ടാണ് കാണിച്ചേക്കുന്നത്. ദെൻ ചാർജ് എത്രയാണ് അറ്റ് പ്രസൻറ്റ് ഉള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് ഡൗൺ സൈഡിലൊരു ബട്ടൺ ഉണ്ട്, കാണുന്ന ബട്ടൺ. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് പ്രസൻറ്റ് എത്ര ചാർജ് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ എത്രയാണുള്ളത്? 1 2 3 4. ഓക്കെ, 4 പോയിൻറ്റ്സ് ചാർജ്. ഡിസ്പ്ലേ ഓപ്പൺ ആയിരിക്കുകയാണ്. ഡിസ്പ്ലേയിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഒരു അത്യാവശ്യം വലിയ ഡിസ്പ്ലേ തന്നെയാണ്. ഹാർട്ട് കമ്മ്യൂണിക്കേറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയ ഡിസ്പ്ലേ ആണ്. ഫീൽഡ് കമ്മ്യൂണിക്കേറ്റർ ആണ് ഫസ്റ്റ് ഓപ്ഷൻ. ദെൻ ഫീൽഡ് ബസ് ഡയഗ്നോസ്റ്റിക്സ്, ലൂപ്പ് ഡയഗ്നോസ്റ്റിക്സ്, സെറ്റിങ്സ് സെലക്ട് ആയിപ്പോയി, സോറി. നമുക്ക് ബാക്ക് വരാം. ടച്ച് സ്ക്രീനാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അത് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. ഫീൽഡ് കമ്മ്യൂണിക്കേറ്റർ ഫസ്റ്റ് വൺ, ഫീൽഡ് ബസ് ഡയഗ്നോസ്റ്റിക്സ് സെക്കൻഡ് വൺ, ലൂപ്പ് ഡയഗ്നോസ്റ്റിക്സ് തേർഡ്, ദെൻ സെറ്റിങ്സ്, ട്രെക്സ് ഹെൽപ്പ്, ദെൻ ലിങ്ക് മൊബൈൽ. അതാണ് സെലക്ട് ബട്ടൺ, ദെൻ ബാക്ക് ബട്ടൺ. അപ്പ് ആൻഡ് ഡൗൺ ചെയ്യേണ്ട ബട്ടൺസാണ്. പ്ലസ് ടച്ചും ഉണ്ട്, ടച്ച് ചെയ്തിട്ടും ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓരോരോ ഐക്കൺസായി സെലക്ട് ചെയ്ത് നോക്കാം. ഓക്കെയാണ്. ഫസ്റ്റ് ഫീൽഡ് കമ്മ്യൂണിക്കേറ്റർ ഓപ്പണായി വരുന്നുണ്ട്. ചെറിയൊരു ടൈം എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഫസ്റ്റ് ഇൻ്റർഫേസ്. ഹാർട്ടാണോ അല്ല FF ഫൗണ്ടേഷൻ ഫീൽഡ് ബസ് ഡിവൈസ് ആണോ കണക്ട് ചെയ്യുന്നത്, അത് ഓൺലൈനിലാണോ അല്ല ഓഫ്ലൈനിലാണോ കണക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. തൽക്കാലം നമ്മൾ ഡിവൈസ് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അത് ഷുവർ വാണ്ട് എക്സിറ്റ്. ഒന്നുകൂടി സെയിം ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫീൽഡ് കമ്മ്യൂണിക്കേറ്റർ നോ വോൾട്ടേജ് ഡിറ്റക്റ്റഡ്. കാരണം ഡിവൈസ് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് വരും. നമ്മൾ ട്രാൻസ്മിറ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ കണക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വരുന്നതായിരിക്കും. ദെൻ ഫീൽഡ് ബസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിവൈസ് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല, അപ്പോൾ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഓക്കെ, ആപ്ലിക്കേഷൻ ലോഞ്ചിങ് ഫെയിലിയർ കാരണം ഡിവൈസ് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. ദെൻ ലൂപ്പ് ഡയഗ്നോസ്റ്റിക്സ്, അതും സെയിം തന്നെയാണ്, ഡിവൈസ് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. ദെൻ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ഡിവൈസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, അബൌട്ട്, ഡേറ്റ് ആൻഡ് ടൈം, ഡിസ്പ്ലേ, ലോഞ്ച്, മെമ്മറി, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും AMSTrex പറ്റിയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള ഡിവൈസിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അതൊന്നും അറിയാൻ പറ്റും. തിരിച്ച് വീണ്ടും ഫോമിലോട്ടേക്ക് വരികയാണ്. ട്രെക്സ് ഹെൽപ്പ്, ഏതെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ അത് ഈ ഒരു ഓപ്ഷനിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഇതാണ് കണക്റ്റിംഗ് പ്രോബ്. കണക്റ്റിംഗ് ലീഡ് എങ്ങനെ ഒരു കണക്ട് ചെയ്യാൻ നോക്കാം. പോസിറ്റീവാണ് റെഡ് കാണിച്ചിരിക്കുന്നത്. ഹാർട്ട് ഡിവൈസ് വിതൗട്ട് പവർ ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ട്രക്സിൽ നിന്ന് നമുക്ക് പവർ കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ കാണിക്കുന്നത് ഫസ്റ്റ് പോയിന്റാണ് കണക്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഹാർട്ട് ഡിവൈസ് കണക്ട് ചെയ്യണം
ട്രെക്സിൽ നിന്ന് പവർ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് ഹാർട്ട് പ്ലസ് പവർ എന്ന് പറയുന്ന പോർട്ടിലാണ് ഈ കാണിച്ചത് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യുക. അതിനുശേഷം ട്രാൻസ്മിറ്റർ കണക്ട് ചെയ്യുക. തേർഡ് വൺ എന്ന് പറയുന്നത് ഇതാണ് മില്ലി ആംപിയർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന സ്ലോട്ടിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയാണ് ഉള്ളത്. നെക്സ്റ്റ് ആണ് കുറച്ച് പോയിന്റ് പ്ലസ് കറക്റ്റായിട്ട് നോക്കി കണക്ട് ചെയ്യാം. റെഡ് കൊടുത്തേക്കുന്ന പ്ലസ്സും ബ്ലാക്ക് കൊടുത്തേക്കുന്ന മൈനസുമാണ്. ഓക്കെ, ദെൻ ഫൗണ്ടേഷൻ ഫീൽഡ് ബസ് വിതൗട്ട് പവർ ഇങ്ങനെ കണക്ട് ചെയ്യാം. ദെൻ വിത്ത് പവർ വരുമ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യാം. നിങ്ങൾ വിതൗട്ട് പവറാണ് കണക്ട് ചെയ്തത്. അതായത് ഡിവൈസ് ട്രെക്സിൽ നിന്ന് പവർ കൊടുക്കേണ്ട ആവശ്യമില്ല ട്രാൻസ്മിറ്ററിലോട്ടേക്ക്. അങ്ങനെയുള്ള കേസിൽ ഈ കാണുന്ന പോലെ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, നമുക്കിനി വിത്ത് പവർ ട്രെക്സ് ഫൗണ്ടേഷൻ ഫീൽഡ് ബസ് ഡിവൈസുമായിട്ട് FF ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യും വേണം, പ്ലസ് പവറും കൊടുക്കണം എന്നുള്ള കേസാണെങ്കിൽ ആദ്യം ഇങ്ങനെ കണക്ട് ചെയ്യുക. അതിനുശേഷം അടുത്ത കണക്ടർ ഈ കാണുന്ന രീതിയിൽ കണക്ട് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടുന്ന പവറും ട്രെക്സിൽ നിന്ന് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇതാണ്. ഈ ട്രാൻസ്മിറ്ററിൽ പ്ലസിലും മൈനസിലും കണക്ട് ചെയ്യുന്നു. പ്ലസ് കൊടുത്തിട്ടുണ്ട്, റെഡ് മൈനസ്. ഇത്രയാണ് കണക്ഷൻ. ഇനി എങ്ങനെയാണ് പവർ ഓഫ് ചെയ്യുന്നത് നോക്കാം. ഇത് സെയിം പവർ ബട്ടൺ തന്നെ എല്ലാം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പവർ ഓഫിൻ്റെ ഓപ്ഷൻ വരും. ഓക്കെ, പ്രസ് വാട്ട് വുഡ് യു ലൈക്ക് ടു ഡു, ക്യാൻസൽ, സസ്പെൻഡ്, ഷട്ട് ഡൗൺ. കുറച്ച് സമയം കൊണ്ട് ഷട്ട് ഡൗൺ ആവുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.